our YouTube channel. ഇന്ന് നമ്മളൊരു സ്കൂൾ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഹോൾ വീഡിയോ ചെയ്യാൻ വൈകിയൊരു ഷോപ്പിംഗ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് പനിയും ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഒക്കെ ഒന്ന് സെറ്റായി ക്ലിയർ ആയി വന്നതേ ഉള്ളൂ. അന്നേരം അത് നമ്മൾ ഈ ഹോൾ വീഡിയോ ചെയ്തത് ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ നമുക്ക് കണ്ടാലോ. ഇതേ ബുക്ക് തന്നിരിക്കുന്നത് നമുക്കുള്ള ബുക്കൊക്കെ എത്തിയിട്ടുണ്ട്. എനിക്കിത് അത്യാവശ്യം നല്ല ബുക്ക് ഉണ്ട്. എത്ര എണ്ണം ഉണ്ട് നമുക്ക് എണ്ണി നോക്കാം. 2, 4, 5, 6, 7, 8, 9, 10, 11, 15 ബുക്കാണ് എൻ്റെ അടുത്തുള്ളത്. എൻ്റെ ഡ്രോയിങ് ബുക്ക് കൂടി ഉണ്ട്. അതിൽ 15 കോളേജ് ബുക്കാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളത്. വരയിട്ടതും വരയിടാത്തതുണ്ട്. മുത്തിന് നല്ല കളർഫുൾ ആയിട്ടുള്ള കുറെ ബുക്കുകളുണ്ട്. ഷോർട്ട് ചെറിയ ബുക്കുകൾ. നമുക്ക് അടുത്ത സാധനം കാണാം. എന്റെ സാധനം അങ്ങോട്ട് ഓടിപ്പോയി. ഇതാണ് പിന്നെ നമ്മുടെ പൗച്ച്. കൊറിയൻ പൗച്ചാണ്. ഞാനിതാ ഒരു അടിപൊളി ക്ലാസി എലഗന്റ് പൗച്ചാണ്. നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻ വരുന്ന ഒരു പൗച്ചാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നമുക്കിതാ 1, 2 2 കള്ളിയാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുണ്ട്. നമുക്ക് പെന്നും പെൻസിലും എല്ലാം സ്റ്റോർ ചെയ്യാൻ 2 കള്ളിയും ഉണ്ട്. പിന്നെ ഇതിങ്ങനെ ഹാങ് ചെയ്തിടാനും പറ്റും. ഇതുണ്ടോ, അല്ല നല്ല സ്റ്റോറേജ് ഒക്കെ ഉള്ളൊരു പൗച്ചാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ക്ലാസ് ഇല്ലാത്തപ്പോ വേണേ നമുക്ക് പുറത്തു പോകുമ്പോ ഇങ്ങനെ കൈ പിടിച്ചോണ്ട് നല്ല രസമല്ലേ. ഇഷ്ടപ്പെട്ടോ? കഞ്ഞിയോ? നമ്മളിപ്പാണ് അൺബോക്സ് ചെയ്യുന്നത് നമ്മുടെ സാധനമൊക്കെ. ആക്ച്വലി നമ്മളിത് കുറച്ച് ദിവസമായി വാങ്ങി വെച്ചിട്ട്, പക്ഷെ ഇപ്പൊ ടൈം കിട്ടിയത്. അങ്ങനെ നമുക്ക് ഇനി അടുത്ത സാധനം കണ്ടാലോ. എന്താ? ഓളെ കള്ളി ഒന്നും കാണിച്ചില്ലതാ. ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഇയറിംഗ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. 2 തട്ടാണ്. 2 തട്ടോ? കള്ളി. നിങ്ങളെന്താ പറയാ, കള്ളിന്നാണോ അല്ല തട്ടുകളാണോ എന്താ പറയുക? തട്ട് എന്ന് പറയില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത സാധനം കണ്ടാലോ. നമ്മുടെ അടുത്ത സാധനം കയ്യിൽ വന്നിട്ടുണ്ട്. അടുത്തതായി എന്റെ അടുത്തുള്ളത് ജോമെട്രി ബോക്സ്. നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഇത് എനിക്ക് ഓരോ വർഷം ഓരോ ജോമെട്രി ബോക്സ് നിർബന്ധമാണ്. എല്ലാ വർഷവും അമ്മ കളയരുതെന്നൊക്കെ പറയാം അമ്മയച്ചനോ. പക്ഷെ എന്നോട് അത് ഈ പറയുന്ന ആളെല്ലാം നശിപ്പിക്കുന്നത്. അവിടെ അമ്മേനോട് ചോദിക്കില്ലേ അമ്മേ? ഓക്കെ, ഞാനിത് അൺബോക്സ് ചെയ്തപ്പോ ഫസ്റ്റ് ഉള്ളത് കുറെ ആൽഫബറ്റും ലെറ്റേഴ്സും അതുപോലെ തന്നെ നമ്പേഴ്സും ഉള്ളൊരു സംഭവമാണ്. ഇതെന്താ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ സാധനം വന്നിട്ട് നമുക്ക് ട്രേസ് ചെയ്ത് എഴുതാം അല്ലേ. സ്കെയിലോ? ഞാൻ വിചാരിച്ചത് എന്താ സാധനം. ഞാൻ വിചാരിച്ചത് ഇതിന്റെ മോളിൽ കൂടി ഇങ്ങനെ എഴുതുന്നല്ലേ സ്കെയിലായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇതിന്റെ മോളിൽ കൂടെ എഴുതുന്ന ഞാൻ കാണുന്നുണ്ട് എല്ലാരും. സ്കെയിലിന് പറയല്ലേ. പിന്നെ നമ്മള് ഇത് ചതിയാണ്. ഇതൊക്കെ 1, 2, 3, 4, 9 കഴിഞ്ഞ് 0. 10 അങ്ങനെ 0 കഴിച്ചിട്ടുള്ളത്. ചതിയാണ്. പിന്നെ സെക്കൻഡ് നമ്മുടെ ബോക്സ് തുറന്ന് വരികയാണ്. പ്രീമിയം X1 മാത്തമാറ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ്. നല്ല അടിപൊളി സാധനമാണ്. ഇതൊക്കെ ഒരു സ്കൂൾ തുറന്നൊരു 6 മാസം അല്ല 2 മാസം ആണെനിക്ക്. ഞാൻ പറയട്ടെ ആദ്യം 2 മാസം കഴിയുമ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോകുന്ന കാണാം. നമുക്ക് ഇതാ സാധനങ്ങളൊക്കെ കണ്ടോ. നല്ല ഡിസൈൻ ഒക്കെ ഉള്ള ഇൻസ്ട്രുമെന്റ് ബോക്സ്. ഞാൻ പറയട്ടെ പെണ്ണെ, ഞാൻ പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ നമുക്ക് അറിയുന്ന സാധനങ്ങളാണ്. സ്കെയില്, പെൻസില്, പിന്നെ എന്താ പറയുക സെക്സ് സ്ക്വയർ, അതുപോലെ തന്നെ പൊട്രാക്ടർ. നല്ല കളറൊക്കെയാണ്. പൊട്രാക്ടർ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. നമുക്ക് അറിയാലോ. അത്രയൊക്കെ പറഞ്ഞ പോലെ അല്ലേ അമ്മേ? അവയെ കാണിച്ചോ. വീഡിയോയുടെ ലെങ്ത് കൂടും. ഞാൻ അതാണ് ഫുള്ള് ക്ലിയർ ആയി പറയണ്ടല്ലോ. അത്രയും പറഞ്ഞ പോലെ അല്ലേ. ഫസ്റ്റ് കിട്ടും നമുക്ക് ഈ ഒരു പെൻസിലാണ്. എത്ര കളേഴ്സ് ഉണ്ട്? 6 കളേഴ്സ്. എന്റെ സ്കെയിലിൽ ഇവിടെ ഇങ്ങനെ നീല കളർ ഡിസൈനാ. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ കാണിച്ചു തരാം. നല്ല രസമല്ലേ കാണാൻ. വെറൈറ്റി ഡിവൈഡറും വെറൈറ്റി എന്താ പറയുക കണ്ണാടി പോലെ സാധനം. അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചത് എന്താ ഷോപ്പിംഗ് വീഡിയോസ് ഒന്നും ഇടാത്ത ബാക്ക് ടു സ്കൂളില് ലൈവിലൊക്കെ ആണെങ്കിൽ എനിക്ക് സുഖമില്ല. നല്ല രസമുണ്ടല്ലേ.
ഇത് നമ്മുടെ ഡ്രോയിങ് പെൻസിലാ, പേപ്പർ ഫ്രണ്ട്. ഇത് പിന്നെ എന്തിലായിരുന്നു? ക്രയോൺസ്. ഇതൊരു ആർട്ട് സെറ്റാ ഗൈസ് വരുന്നത്. ഇതൊരു ക്രയോൺസ് ആണ്. ഇതൊക്കെ നല്ല രസം. ഈ പെൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഓക്കെ, പരിചയപ്പെടുത്തി കഴിഞ്ഞോ? വീഡിയോയുടെ ലെങ്ത് അങ്ങ് എത്തും. നമുക്ക് അടുത്ത സാധനം കാണാം ഗൈസ്. ഒരു സ്കെച്ച് പെന്നും ഇങ്ങനത്തെ ഒരു മൂടിയൊക്കെ ഉള്ള ഒരു റബ്ബർ. നമ്മുടെ അടുത്ത സാധനങ്ങൾ വന്നിട്ടുണ്ട്. പേന നമ്മള് ഒരു ദിവസം അല്ല 2 ദിവസം കൊണ്ട് 2 പേരല്ലേ 3 പേരെ തീരുന്ന ഉറപ്പാണ്. അതുകൊണ്ട് നമ്മള് 45 രൂപയുടെ ലെക്സിന്റെ ഒരു പാക്കാണ് വാങ്ങിയിട്ടുള്ളത്. ചെറിയൊരു റബ്ബർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മള് 20 രൂപേന്റെ ഒരു ഹൈലൈറ്റർ വാങ്ങിയിട്ടുണ്ട്. ഹൈലൈറ്റർ ഞാൻ പൊതുവെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ 2 ബ്ലാക്ക് കട്ടർ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം 9th ഒക്കെയാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ ഒരു ഹൈലൈറ്റർ വാങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെ 2 ലെക്സിന്റെ പേരുണ്ടോ? ഇത് നമ്മൾ പൊട്ടിച്ച് കാണിച്ചു. പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലെങ്ത് വീഡിയോ അത്യാവശ്യം ലെങ്ത് ഒന്നും കൂടത്തില്ല. അടുത്ത സാധനം ജീബൂബ നമ്മുടെ സാധനം എത്തിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിൻ ഐറ്റം ആണ്. നമ്മളെന്താ ഇതിന്റെ പേരെന്തായാലും പറയുമ്പോൾ ബ്രൗൺ പേപ്പർ. ഇത് നമ്മള് 3 റോളാണ് വാങ്ങിയിട്ടുള്ളതാ. ഒന്ന് നല്ല വലുതാട്ടോ. ഇത് തികയായിരിക്കുന്നു വിചാരിക്കുന്നത്. ഒന്നിന് 60 രൂപയല്ലേ വരുന്നത്. ഇതിന് 35ഉം ഇതിന് 60 രൂപയാണ്. ഇതൊന്നും അൺബോക്സ് ചെയ്യില്ല. ഇതിപ്പോ അൺബോക്സ് ചെയ്യുന്നില്ല. അൺബോക്സ് ചെയ്താൽ മൊത്തം ചുരുണ്ട് കൊള്ളാവും. നമുക്ക് ജീബൂമ്പ അടുത്ത സാധനം ഞാൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ അടിപൊളി സാധനം വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ നെയിം സ്ലിപ്പാണ്. നമുക്ക് നെയിം സ്ലിപ്പ് മെയിൻ ആണല്ലോ. ഞാൻ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് പണ്ടേ അറിയാലോ. അതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള നല്ല അടിപൊളി എന്താ പറയുക നെയിം സ്ലിപ്പ് എടുത്ത. പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നും അധികമായിട്ട് വരുന്നില്ല. പിന്നെ ഫുൾ ക്യൂട്ട്നെസ് ആണ്. ഫുള്ള് കൊറിയൻ ക്യൂട്ട്നെസ് ഒക്കെയാണ്. കൊറിയൻ സ്റ്റൈൽ ആണൊക്കെ. ഓക്കെ, നമുക്ക് ജീബൂമ്പ അടുത്ത സാധനം വരട്ടെ. ഓക്കെ, നമുക്ക് ഇത് നമ്മൾ കടയിൽ കണ്ടപ്പം വല്ലാതെ ഇഷ്ടം തോന്നിയ ഒരു സാധനമാണ്. ഇത് ഇവിടെ തുറക്കുക. പിന്നെ ആർക്കറിയാത്ത കാര്യങ്ങളാണ്. കുട്ടി ഫസ്റ്റ് ടൈം പറഞ്ഞു തരിക. ഈ സ്വിച്ച് ഞാൻ വെറുതെ വെറുതെ വലിച്ചു നീട്ടുക ഗൈസ്. ഇത് നമ്മൾ കടയിൽ ഇങ്ങനെ എന്താ പറയാ ബാക്കി സാധനം വാങ്ങിയപ്പാടെ കണ്ടൊരു സാധനമാണ്. അന്നേരം ഭയങ്കര ഇഷ്ടം തോന്നി, അതുകൊണ്ട് വാങ്ങിയതാണ്. അതല്ലാണ്ട് ഞങ്ങൾക്ക് 2 ആൾക്കും വേറെ സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിൽ ഉണ്ട്. ഇത് നമുക്ക് വെറുതെ വാങ്ങിയതാണ്. ടൂറ് പോകുമ്പോൾ അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോറേജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ബോട്ടിലാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ലുക്ക് നല്ല രസമുണ്ട്. ഒരു എന്താ പറയാ ക്യൂട്ടാണ്. ഓരോ ടൈമും അതെ അതെ കുറെ ടൈമുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് വെള്ളം നമുക്ക് ഒരുപാട് കുടിക്കാൻ പറ്റും. നല്ല അടിപൊളി. പിന്നെ ഒരു ഫയല്. ഇത് തൽക്കാലത്തേക്ക് വല്ല ടെസ്റ്റ് പേപ്പറിന്റെയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുത്ത് വെക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു ഫയല് വാങ്ങിയാണ്. ഇനി എനിക്ക് വേറൊരു ഫയൽ കൂടി വാങ്ങണം. ഇതിന്റെ ഞാൻ അത്ര വലിയ ക്വാളിറ്റി ഒന്നും പറയില്ല. എന്താ വെച്ചാൽ അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല. നൈസാണ് അല്ലേ മേ? ഇത് നമ്മൾ തൽക്കാലത്തേക്ക് വാങ്ങിയാണ്. വേറെ ഒന്നും ഇല്ലേ, അതുകൊണ്ട് ഇത് വാങ്ങിയതാണ്. ഇനി വേറെ ഒന്നും എനിക്ക് വാങ്ങണം. പിന്നെ സ്റ്റാപ്ലെയർ ഒന്നെടുത്ത ഒന്ന് ഫ്രീ ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാപ്ലെയർ വാങ്ങിയിട്ടുണ്ട്. ഗൈസ് 1 മിനിറ്റ് സോറി കേട്ടോ, എന്നോട് തെറ്റിപ്പോയി. സ്റ്റാപ്ലെയർ ഇവിടെ ഉണ്ട്. സ്റ്റാപ്ലെയർ പിന്നാണിത്. എന്നോട് തെറ്റിപ്പോയി പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. 2 ഫ്രീ ആയി, ഒന്ന് ഫ്രീ ആണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഇതാണ്. നമ്മുടെ ഒരു സ്കൂൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹോൾ. ലൈവിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും ഒരുപാട് പേര് ചോദിച്ച കാര്യം. ബേഗ് പിന്നെ നമ്മള് കഴിഞ്ഞ കൊല്ലത്തെ ബേഗ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ കാണിച്ചുതരാം. എന്റെ ബേഗ് ഉണ്ട് ഗൈസ്, ഒരു മാറ്റമില്ല, പുതിയതായിട്ട്. കാരണം ഞാൻ ഈ ബേഗ് മര്യാദയ്ക്ക് താഴെ ഒന്നും വെക്കില്ല. എന്റെ ക്ലാസ്സിലുള്ള ആരോടും ചോദിച്ചാൽ മനസ്സിലാവും. ഞാനിത് മര്യാദയ്ക്ക് നിലത്തോ അങ്ങനെയൊന്നും വിടാറില്ല. ഞാനിങ്ങനെ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കല് എഴുതുമ്പോൾ ബെഞ്ചിൽ ഇങ്ങനെ സൈഡിൽ വെക്കുകയേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു പോറല് പോലും പറ്റാത്ത ബേഗാണ്. അതുകൊണ്ട് നമ്മൾ ബേഗ് വാങ്ങിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഷോപ്പിംഗ് ഹോൾ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹോൾ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിങ്ങിനെ, ബട്ട് ചാർജ് ഇല്ലായിരുന്നു. പിന്നെ ഇതിപ്പോ ഹോൾ വീഡിയോ ചെയ്യാന്ന് വെച്ചപ്പോഴാണെങ്കിലോ
ഫുഡ് ഇൻഫെക്ഷൻ പറ്റി പണിയായി. ആദ്യ ദിവസം ഫുള്ള് ഛർദി, വയറുവേദന, പിന്നെ പിറ്റേന്നായപ്പോ പനിയായി. അത് നമ്മൾ ട്രിപ്പ് ഇട്ട് കിടന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ട്രിപ്പ് ഇട്ട് കിടന്ന് അങ്ങനെ സ്കൂൾ തുറന്ന് പിറ്റേന്ന് തന്നെ ഞാൻ ലീവായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ ഇതാ ഹോൾ വീഡിയോ കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഭയങ്കര ബിഗ് ഹാപ്പിനെസ് എനിക്ക് പറയാനുണ്ട്. കാരണം നമുക്ക് 8K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എന്താ പറയാ, ഞാൻ പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്നാണ് 8K ആയത്. 7.91K എന്തോ കണ്ട് പിന്നെ ഞാൻ നോക്കുമ്പോ 8K ആണ്. ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട്. നിങ്ങളെ എന്താ പറയാ, നിങ്ങൾ നമ്മുടെ കൂടെ നമുക്ക് ഇവിടം വരെ എത്താനാവൂലായിരുന്നു. ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ സപ്പോർട്ടേഴ്സിനും ഒരുപാട് 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 നന്ദിയുണ്ട്. ഞാൻ ലൈവിൽ എല്ലാവരോടും താങ്ക്സ് പറഞ്ഞായിരുന്നു. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ ചെറിയ വീഡിയോ ആണല്ലോ. ഇതിൽ ഏത് സാധനമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യണം. എന്തായാലും കമന്റ് ചെയ്യണം. ആരെങ്കിലും ഒരാളെങ്കിലും കമന്റ് ചെയ്യുന്നു വിചാരിക്കുന്നത്. ഓക്കെ, അന്നേരം എന്താ പറയാ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്നുകൂടി പറഞ്ഞാണ് ഗൈസ്, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. അല്ലാതെ നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം. ഇനി പോയിട്ട് എനിക്ക് എൻവിറോൺമെന്റൽ ക്വിസ് ഒക്കെ പഠിക്കാനുണ്ട്. പറഞ്ഞപ്പോ തെറ്റിപ്പോയാണ്. എൻവയോൺമെന്റൽ ഡേന്റെ കുറെ ക്വിസോ അങ്ങനെ എന്തൊക്കെയോ മത്സരങ്ങളൊക്കെ ഉണ്ട്. കാര്യങ്ങള് എന്നോട് സംഭവം എനിക്ക് എന്താ പറയാ, ഞാൻ അറിയത്തില്ലായിരുന്നു. കുറച്ചു മുമ്പ് എന്റെ ഫ്രണ്ട് പറഞ്ഞാണ് ക്വിസിന്റെ കാര്യമൊക്കെ. അല്ല, നമുക്ക് ബൈ ബൈ.